അങ്ങനെ നമ്മുടെ ഗോമതി വല്ലാതെ വിഷമിച്ച് കിടക്കുകയാണ്. പഴയതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. നമ്മുടെ ദേവീനെ കൂട്ടിക്കൊണ്ടുവന്നതും ദേവി അവൾക്ക് വായ കൊടുത്തതും ഒക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ച് കിടക്കുകയാണ്. നമ്മുടെ അപ്പുറത്താണെങ്കിൽ നമ്മുടെ മീനും വിഷമിച്ച് കിടക്കുകയാണ്. എന്തായാലും നമ്മുടെ ബാലൻ ക്ഷണിച്ചതനുസരിച്ചിട്ട് നമ്മുടെ ഉദയഭാനും ഭാര്യയും വരുന്നുണ്ട് രാവിലെ പിറ്റേ ദിവസം വിരുന്നിന്. ഉദയഭാനു ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആനന്ദിനാണെങ്കിൽ വല്ലാതെ ദേഷ്യം വന്നിട്ട് ഫ്ലവർ വേസ് എടുത്തിട്ട് അവൻ്റെ മണ്ടയ്ക്ക് അടിക്കാനൊക്കെ പോകുന്നുണ്ട്. എല്ലാവരും തടയണമൊക്കെ ഉണ്ട്. എന്തായാലും നമ്മുടെ ഉദയഭാനുവിനോട് നമ്മുടെ ഗോമതി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മകൾ നിങ്ങൾ എത്ര ക്ലാസ് വരെ പഠിച്ചിരുന്നു എന്നാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. BA MA എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു BA MA ഇല്ല, അവൾ വെറും 10ാം ക്ലാസ്സാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഉദയഭാനു പറയുന്നുണ്ട്, നിങ്ങൾ എന്താ പറയുന്നത്, അവൾക്ക് MA ലിറ്ററേച്ചറിന് ഗോൾഡ് മെഡലിസ്റ്റാണ്, ഞങ്ങളുടെ വീട്ടിൽ മെഡൽ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ വരും ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. മതി നിങ്ങളുടെ കള്ളത്തരം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഗോമതി. ഞങ്ങൾക്ക് എല്ലാ കള്ളത്തരവും മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ദേവിയാണെങ്കിലോ കരഞ്ഞിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ദേവിയുടെ അമ്മ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ദേവി പറഞ്ഞു കൊടുക്കേണ്ട, അമ്മ ഇവിടെ എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. എന്തായാലും ദേവിനെ അവളുടെ അമ്മയുടെയും അച്ഛൻ്റെയും ഒപ്പം കാട്ടി ഇറക്കുന്നുണ്ട് നമ്മുടെ ഗോമതി. ഇറക്കി വിടുന്ന സമയത്ത് നമ്മുടെ ദേവി ഒരുപാട് കരഞ്ഞ് ക്ഷമയൊക്കെ പറയുന്നുണ്ട്. അമ്മ ഇപ്പം എനിക്ക് ഒരു തെറ്റുമില്ല, ഇവരാണ് ഇതിൻ്റെയൊക്കെ കാരണം, ഇത് മുതൽ ഞാൻ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്, ഇപ്പം ഞാൻ ഒരു പ്രശ്നത്തിനും ഇല്ല എന്നൊക്കെ പറയുന്നത്. എന്തായാലും നമ്മുടെ ഗോമതിക്കാണെങ്കിലോ ദേഷ്യം മാറുന്നില്ല. നിന്നെ ഈ ജന്മത്തിൽ ഞാൻ വിശ്വസിക്കില്ലാടി എന്നൊക്കെ പറഞ്ഞ് കഴുത്ത് പിടിച്ച് പുറത്തേക്ക് ആക്കുന്നുണ്ട്. നമ്മുടെ ദേവിയാണെങ്കിൽ വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും വാതിലടച്ച് ഉള്ളിൽ പോകുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.